പ്രവാസലോകത്തിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ വിദേശത്തൊരു ജോലി ലഭിച്ചാൽ സ്വർഗം ലഭിച്ച പ്രതീതിയായിരുന്നു. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല. മലയാളികളെങ്കിലും വിസയുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട് എന്നതൊരു നല്ല തുടക്കമാണ്. വിദേശത്ത് ജോലി ലഭിച്ചാൽ വിസയെക്കുറിച്ചും അവിടുത്തെ സ്ഥിതി വിവരങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകുവാൻ തയ്യാറാകുക. ഈ മുന്നറിയിപ്പോടുകൂടി ഇന്നത്തെ പ്രവാസലോകം ഇവിടെ ആരംഭിക്കുകയായി. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസലോകത്തിലേക്ക് സ്വാഗതം. 11 മാസം മുൻപാണ് സുഹൃത്ത് കൊടുത്ത ഡ്രൈവർ വിസയിൽ നെയ്യാറ്റിൻകര സ്വദേശിയായ സനിൽ തബൂക്കിലെത്തിയത്. 1200 റിയാൽ ശമ്പളമാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലായത്. 800 റിയാൽ 3 മാസം കൊടുത്തു. അതും കൃത്യമായി കൊടുത്തിരുന്നില്ല. പറഞ്ഞ ജോലിയുമായിരുന്നില്ല. ഡ്രൈവർ ജോലിക്ക് പുറമെ ആടിനെയും ഒട്ടകത്തിനെയും മേയ്ക്കുന്ന ജോലിയും കൂടെ പീഡനവും തുടർന്നപ്പോഴാണ് സനിൽ സ്പോൺസറുടെ അടുത്തു നിന്നും റിയാദ് എംബസിയിലെത്തുന്നത്. 1000 രൂപ ശമ്പളം പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ അത് ആദ്യത്തെ മാസം 400 രൂപ, അതും 100-200 രൂപ വെച്ചാണ് തരുന്നത്. പിന്നെ കപിൽ ദേവോദ്രമുണ്ട്, തുപ്പല്, അടി, എല്ലാ പ്രശ്നമുണ്ട്. അങ്ങനെയാണ് റിയാദ് എംബസിയെ വിളിച്ച് അവിടെ പോയത്. എംബസിയിൽ നിന്ന് ഈസി സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പോകുവാൻ റിയാദിലെ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് സ്പോൺസർ സനിലിന്റെ പേരിൽ തബൂക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തതായി അറിയുന്നത്. തുടർന്ന് റിയാദിലെ കേളിയുടെ സഹായത്തോടെ സനിലിനെ തിരിച്ച് തബൂക്കിലെത്തിക്കുകയായിരുന്നു. തുടർന്നുള്ള മാസ് തബൂക്കിന്റെ ഇടപെടലാണ് സനിലിനെ നാട്ടിലെത്താൻ വഴിയൊരുക്കിയത്. ദിവസങ്ങളോളം നടന്ന ചർച്ചയിൽ 6000 റിയാൽ കൊടുക്കാമെന്നേറ്റതിനെ തുടർന്ന് സ്പോൺസർ വഴങ്ങുകയായിരുന്നു. ഫൈനൽ എക്സിറ്റ് അടിക്കുകയും കേസ് പിൻവലിച്ചതിനു ശേഷമാണ് പണം കൊടുത്തത്. സ്പോൺസർക്ക് കൊടുക്കാനുള്ള പണവും നാട്ടിലേക്കുള്ള ടിക്കറ്റും മാസ് പ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു. ടിക്കറ്റും യാത്രാരേഖകളും മാസ് തബൂക്കിന്റെ പ്രസിഡന്റ് ഫൈസൽ നിലമേൽ സിനിലിന് കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി സുരേഷ് ബാബു, കോർഡിനേറ്റർ ആന്റണി, സിദ്ദിഖ് എന്നിവർ സംബന്ധിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിഷാദിനെയും ഷഫീഖിനെയും കുറിച്ചുള്ള പ്രവാസലോകത്തിന്റെ അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് പിന്നെ ഇയാൾ നാട്ടിലേക്ക് എങ്ങനെ പറയും? പിന്നെ ചെറിയ പെരുന്നാൾ ആവാറാകുമ്പോൾ പറയും, അമ്മ ഞാൻ പെരുന്നാളായിട്ട് നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞ് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു, തലേ ദിവസം എന്നിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം അപ്പം പിന്നെ അമ്മ ഇപ്പം ഞാൻ വണ്ടി കയറി, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു രാത്രി 2 മണി വരെ ഉമ്മർത്ത് ചെയറിട്ട് കാത്തിരുന്നവന്. പ്രവാസ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 മക്കളെ കാണാനില്ലാത്ത മാതാപിതാക്കൾ ഇവിടെ എത്തുന്നത്. ഇതിൽ നിഷാദിന്റെ തിരിച്ചുവരവിന് പ്രവാസലോകം കാരണമായി. നിഷാദിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് നിഷാദിന്റെ ഉമ്മ പ്രവാസലോകം ഡയറക്ടർ റഫീഖ് റാവുത്തറുമായി സംസാരിക്കുന്നതിന്റെ റിപ്പോർട്ടാണ് അടുത്തത്. ഹലോ, ചേലക്കരന്ന് സേനുബയാണേ. എന്തായിരുന്നു നിഷാദിന്റെ അന്ന് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ? നിഷാദ് വന്നല്ലോ വീട്ടില്. വന്നു. വന്നിട്ട് പിന്നെ പോയി. പോയി. പിന്നെ 20-ാം തീയതി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാസ ലോകത്തിൽ ടിവിയിൽ ഇട്ടതിന്റെ ശേഷം പിറ്റേന്ന് 7 വർഷത്തിന് ശേഷം അയാൾ വന്നല്ലോ നിഷാദ്. വന്നിട്ട് പിന്നെ വന്നില്ലേ തിരിച്ച്? അതന്നെ, പിന്നെ ഇല്ല, അതിന് ശേഷം വന്നു. പിന്നെ 20-ാം തീയതി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടില്ല. ആണല്ലേ? അയാൾ എറണാകുളത്തല്ലേ ഉള്ളത്? ശരി, ഓക്കെ. എന്താണ് അത്ര ജോലി എന്താണെന്ന് പറഞ്ഞത്? വണ്ടി ഓടിക്കാനെന്ന് പറഞ്ഞ്. ശരി. എന്താ പിന്നെ 7 വർഷമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെടാണ്ടിരുന്ന വല്ലതും പറഞ്ഞു? അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും പറയുന്നൊന്നുമില്ല. ഞാൻ വന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. പിന്നെ അവന്റെ അഞ്ചൻ ഷെഫീക്ക് ഒന്നും അറിവില്ലല്ലോ. ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ഷെഫീക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഖത്തറിന്ന്. പക്ഷെ അവൻ പറയണത് ജയിലിലാണെന്നാണ് പറയുന്നത്. ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്നാണ് പറയണത്. എന്നിട്ട് തൊട്ട വീട്ടിലത്തെ ഒരാള് അവന്റെ അടുത്തുണ്ട്, ഷെഫീഖിന്റെ അടുത്തുണ്ടേ. അപ്പൊ അവന്റെ നമ്പർ ഉണ്ടായിരുന്നു, അത് പോയി. അപ്പൊ അവര് വീട്ടിൽ നിന്നൊന്ന് മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും തരില്ല. ഞാൻ എന്തായാലും ഒന്നും കൂടി അന്വേഷിക്കാം സേനബ. കേട്ടാ, ഞാനൊന്ന് അന്വേഷിക്കാം, എന്തായാലും ഒന്നും കൂടി അന്വേഷിച്ചേക്കാം ഉമ്മ. എങ്ങനെയോ എന്താ കാര്യം എന്നൊന്നും അന്വേഷിച്ചാൽ വേണ്ടില്ല. അപ്പൊ ഭയങ്കര വിഷമത്തിലാണ് വിളിച്ചു പറഞ്ഞതേ.
ആണല്ലേ? അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി, ഇനി വിളിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഒന്ന് കൊടുക്കണം കേട്ടോ. കാരണം ജയിലിൽ നമുക്ക് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അവർക്ക് മാസത്തിൽ ഒരിക്കലും വിളിക്കാനുള്ള സൗകര്യം ഉണ്ട്. ചിലപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും അയാൾ വിളിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ വിളിക്കുമ്പോൾ ഇങ്ങനെ റഫീഖിനെ നേരിട്ട് വിളിക്കാൻ പറ കേട്ടോ. കുവൈറ്റിൽ കാണാതായ സദീജയുടെ തിരോധാനം പ്രവാസ ലോകത്തിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ 11 വർഷം പിന്നിടുന്നു. നാളിതേവരെ സദീജയെ കണ്ടെത്താൻ ഞങ്ങൾക്കായില്ല. സദീജയുടെ അഭാവത്തിൽ അനാഥമാക്കപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥയും പ്രവാസ ലോകം അവരെ ഏറ്റെടുക്കുവാനുണ്ടായ സാഹചര്യവും മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. 2000 മെയ് 6 ഹൗസ് മെയ്ഡായി കുവൈറ്റിലേക്ക് പോയ സദീജ പരമേശ്വരനെ കാത്തിരിക്കുന്ന 3 കുട്ടികളും അവരുടെ മാതാവും. 2004 ജൂൺ മാസത്തിൽ കൈരളിയുടെ ചെയർമാൻ ഭരത് മമ്മൂട്ടി പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് ഉണ്ണിമായയുടെ വിദ്യാരംഭം കുറിച്ചു. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ ഇനി ഒരുപാട് കാലം ജീവിച്ചിരുന്ന് സുഖമായാലും ദുഃഖമായാലും അനുഭവിച്ചു കഴിയേണ്ട കുട്ടികളാണ് അവർ. അവരെ ഞാൻ തുലയ്ക്കൊന്നുമില്ല. പക്ഷേ ഞാനല്ലാതെ അവർക്ക് ആരും ഇല്ല. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മക്കളെ ഏക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭിക്ഷ അയച്ചെങ്കിലും ഞാൻ അവരെ വളർത്തും, പഠിപ്പിക്കും. പ്രവാസ ലോകത്തിന് ഇത് അഭിമാനം പകരുന്ന ഒരു നിമിഷമാണ്. പ്രേക്ഷകർ ഉണ്ണിമായയെ ഓർക്കുന്നുണ്ടാവും. 2003 സംപ്രേഷണം ചെയ്ത കുവൈറ്റിൽ കാണാതായ സദീജയുടെ കുടുംബത്തെ സദീജയുടെ അഭാവത്തിലും പ്രവാസ ലോകം നോക്കി വളർത്തുകയായിരുന്നു. അന്ന് കുഞ്ഞുകുട്ടിയായിരുന്നു ഉണ്ണിമായയാണിത്. അവളിപ്പോൾ +2 പഠിക്കുകയാണ്. അഭിമാനം പകരുന്ന വാർത്ത ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ലക്ഷദ്വീപ് NCC ബറ്റാലിയനിലെ എയർഫോഴ്സ് വിങ്ങിൻ്റെ 3 തിരഞ്ഞെടുക്കപ്പെട്ട കേഡർമാരിൽ ഒരാൾ ഉണ്ണിമായയായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് റിപ്പബ്ലിക് ഡേയുടെ മെഡൽ വാങ്ങാനും ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാനും ഭാഗ്യം സിദ്ധിച്ച കുട്ടികളിൽ ഒരാൾ നമ്മൾ വളർത്തിയ ഉണ്ണിമായയാണെന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു. ഉണ്ണിമായ പഠിക്കുന്നുണ്ട്. ഉണ്ണിമായോടൊപ്പം 2-3 കുട്ടികളും കൂടി പ്രവാസവും പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ണിമായയുടെ ഈ അഭിമാനകരമായ ഈ ഇതിന് സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. ഇത് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അവളെ നാട് മുഴുവൻ ആദരിച്ചു. അവിടെ ടൈറ്റാനിയത്തിൽ പ്രവാസ ലോകവും ആദരിക്കുകയാണ്. കൈരളി മാധ്യമരംഗത്ത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഉണ്ണിമായ എന്ന പെൺകുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അമ്മ ദീർഘകാലമായി അപ്രത്യക്ഷമായിട്ടും അവരുടെ ജീവിതം കരപറ്റിച്ചത് പ്രവാസ ലോകവും കൈരളി TVയും ചേർന്നുള്ള ഒരു ദീർഘകാലത്തെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഉണ്ണിമായ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. അപൂർവമായി കിട്ടുന്ന ഈ നേട്ടത്തിൻ്റെ മുന്നിൽ കൈരളി അഭിമാനപൂർവ്വം ഈ കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. ഉണ്ണിമായ തീർച്ചയായിട്ടും ഉണ്ണിമായ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്കുള്ള പടവുകൾ കയറുകയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ബിരുദം കഴിയുന്നതോടുകൂടി കേരളത്തിന് അഭിമാനമാകുന്ന ഒരാളായി ഉണ്ണിമായ മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസ ലോകത്തിന് കൈയഴിഞ്ഞ് സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ ഫണ്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്രവാസ ലോകത്തിന് കുറച്ച് സംഭാവനകൾ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒട്ടേറെ മക്കളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കൈരളി അതിൻ്റെ ഉജ്ജ്വലമായ സേവനങ്ങളുടെ മുന്നിൽ ഇനിയും കർമ്മനിരതരായി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഉണ്ണിമായയ്ക്ക് ഈ വളരെ ചെറിയ നൽകുകയാണ്. ഓക്കെ, ഞാൻ മരിക്കുന്നതുവരെ അവരെൻ്റെ അടുത്തായിക്കോട്ടെ. അതിനുശേഷം ദൈവം വിധിക്കുന്നത് പോലെ അവർ ജീവിച്ചോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും കൈരളി TVക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ഈ PT മുഹമ്മദ് സാറിനും റബീഖ് സാറിനും എൻ്റെ അകവഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ മകൾ കുവൈറ്റിൽ 16 വർഷമായി മിസ്സായിട്ട് അതിനുശേഷം അന്നേരം എൻ്റെ ഈ ഉണ്ണിമായ്ക്ക് 2 വയസ്സ് പ്രായമാണ്. ഇളയ ഉണ്ണികൃഷ്ണന് വെറും 6 മാസവും മൂത്തവന് 4 വയസ്സും പ്രായത്തിൽ ഇവർ വന്ന് ഏറ്റെടുത്ത് വലിയ സ്കൂളുകളിൽ കൊണ്ടുപോയി 2 പേരെ ഹോസ്റ്റലുകളിൽ നിർത്തി പഠിപ്പിച്ചു. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും അവർ മുകളിലോട്ട് പോകാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഈ
ഇവരെല്ലാം കൊടുക്കുകയും ചെയ്ത് അവർ ജനങ്ങളോട് കൈനീട്ടി വാങ്ങിച്ചാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത്. അല്ലാതെ എനിക്ക് 1 രൂപ പോലും അന്നും ഇന്നും വരുമാനമില്ല. എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ റബീഖ് സാറിനോട് കരഞ്ഞു വിളിച്ച് ചോദിക്കും. പക്ഷേ അദ്ദേഹം എനിക്ക് തരികയും ചെയ്യും. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചാനലിൽ വന്ന് വാങ്ങിക്കൊള്ളാനും പറഞ്ഞ് എന്നെ വിട്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വരെ ഇന്ന് എൻ്റെ ഉണ്ണിമായ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. നല്ല ഒരു കേഡറ്റാണ് അവൾ ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. ജൂലൈയിൽ അമേരിക്കയിലെ ഹൂസ്റ്റൺ പോർട്ടിൽ നിന്നും പുറപ്പെട്ട സിംഗപ്പൂർ ഷിപ്പിൽ നിന്നും കടലിലേക്ക് വീണ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ശരത്തിനെ തേടിയാണ് അച്ഛനും അമ്മയും സഹോദരിയും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കെ 4 മാസത്തിനു ശേഷം ഹൂസ്റ്റണിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പിതാവിന് അജ്ഞാതമായൊരു കോൾ ലഭിച്ചു. ശരത് ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. ശരത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശരത്തിന്റെ കുടുംബാംഗങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. ശരത്ത് ഈ കപ്പലിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ് നിങ്ങളെ വിവരം അറിയിച്ചതാരാ? ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ വിളിച്ച് പറയായിരുന്നു. മിസ്സായെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് വ്യക്തമായിട്ട് പറഞ്ഞു മകനെ മാത്രമാണ് മിസ്സായെന്ന് പറഞ്ഞു. എങ്ങനെ മിസ്സായെന്ന് പറയുമ്പോൾ അവർ സസ്പെക്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് പറയുന്നത്. അത് ഇയാൾ ഷിപ്പിൻ്റെ മുകളിൽ പോയിട്ട് വെള്ളത്തിലേക്ക് ചാടിയിരിക്കാം എന്ന് ഉള്ള റിപ്പോർട്ടാണ് നോർക്ക വഴി കിട്ടിയത്. ഇയാളെ കാണാതായ വിവരം അറിഞ്ഞ അന്ന് തന്നെ ബഹുമാനപ്പെട്ട സമ്പത്ത് MP വഴി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ മന്ത്രിമാർക്കൊക്കെ ഒരു പെറ്റീഷൻ കൊടുത്തായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പോയി നേരിട്ട് ഞാൻ കണ്ട് ഇങ്ങനെ മിസ്സായെന്നുള്ള വിവരം ഷിപ്പിൻ്റെ അധികാരികളെ അറിയിക്കുകയാണ്, അത് അന്വേഷിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് നോർക്ക വഴി എനിക്ക് ഒരു 2 മാസം കഴിഞ്ഞാണ് റിപ്പോർട്ട് കിട്ടുന്നത്. എന്നെ വിളിച്ച് ഒരു 10-20 പേജുള്ള റിപ്പോർട്ട് തന്നു. അപ്പോൾ അതെല്ലാം ഇയാളെ ഷിപ്പിൽ 10-30 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മൊഴിയൊക്കെ എടുത്തതായിട്ടും ഷിപ്പിൽ ഇപ്പോൾ കാണാതാകുക എന്ന് പറയുമ്പോൾ ഈ കൊറിയയിൽ നിന്ന് ടെക്സാസിലെ ഹ്യൂസ്റ്റൺ പോർട്ടിൽ ക്യാമ്പ് ചെയ്ത് 20 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ട് കെമിക്കൽസ് കയറ്റിയിട്ട് തിരിച്ച് കൊറിയയിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ 20 ദിവസത്തിനകത്ത് വെച്ച് 3-4 തവണ ഇവരൊക്കെ ജൂനിയേഴ്സാണ്. ഇയാളൊരു ട്രെയിനിങ് ആയിട്ടാണ് പോയത്, മറൈൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർ ജൂനിയേഴ്സിന് ഇവരൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ട് ഓരോ ടൗൺ പോയി കൊണ്ട് കാണിക്കുന്ന ഒരു പതിവുണ്ട്. ഈ പുറപ്പെട്ട ദിവസവും ഇയാളെ പുറത്ത് കൊണ്ടുപോയി, ഇയാളുൾപ്പെടെയുള്ളവരെ പുറത്ത് കൊണ്ടുപോയി അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കാർഡ് പഞ്ച് ചെയ്ത് കയറിയെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കയറിയതിന് ശേഷം അന്ന് നൈറ്റിൽ ഇയാൾക്ക് ഡ്യൂട്ടിയില്ല. നൈറ്റിൽ ഷിപ്പ് പുറപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കാണാതെ വരുമ്പോൾ അവരെ അന്വേഷിക്കുകയാണ് ഇയാൾ എന്തേ ഡ്യൂട്ടിക്ക് വരാത്തതെന്ന്. റൂമിൽ ചെന്നപ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ കരുതുന്നത് ഷിപ്പിൽ കയറിയ ഒരാൾ യാത്ര പുറപ്പെട്ടു, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കാണാതാകുന്ന ആ നൈറ്റിൽ ആണ് ഈ സംഭവം നടന്നിരിക്കാം എന്നവർ പറയുന്നത്. അപ്പോൾ ഷിപ്പിൽ മൊത്തം നോക്കിയിട്ട് കാണാതിരിക്കുകയും ഷിപ്പിൽ കയറിയതായിട്ട് കാർഡ് പഞ്ച് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇയാൾ വെള്ളത്തിൽ വീണിരിക്കാം എന്ന ഒരു നിഗമനത്തിൽ അവരെത്തുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ടാണ് സാറ് ചോദിച്ചതുപോലെ അവർ എന്നെ അറിയിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല സാർ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ വീണു, നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ഒരു 3-4 മാസം നഷ്ടപ്പെട്ട് 3.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ടെലിഫോണിൽ മൊബൈലിൽ ഒരു കോള് വരെയാണ്. ആ കോള് വന്നിരിക്കുന്നത് അമേരിക്കയിലെ നമ്മുടെ മെഡിക്കൽ കോളേജിനേക്കാൾ 5 ഇരട്ടി വലുപ്പമുള്ള ടെക്സാസ് പോർട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ പോർട്ടിലെ ഹോസ്പിറ്റലാണെന്ന് കണ്ടെത്താൻ തന്നെ കഴിഞ്ഞില്ല. കോള് വന്നു, പലരോടും അന്വേഷിച്ചു, BSNL പോയി അന്വേഷിച്ചു, പല വേദികളിലും പോയി അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് മോസ്കോയിലെ കോഡാണ്. അപ്പോൾ മോസ്കോയിൽ നിന്ന് വരത്തക്ക ഒരു സാഹചര്യം സമ്മതിച്ചില്ലാത്തതുകൊണ്ട് ഞാനതിൽ പ്രാധാന്യം കൽപ്പിച്ചില്ല, ശ്രദ്ധിക്കാനും പോയില്ല. പിന്നീട് കുറച്ച്
കുറച്ചുകൂടെ കഴിഞ്ഞ ഈ മെഡിക്കൽ ട്രാൻസ്ലേഷൻ നടത്തുന്ന ഒരാൾ ആണ് സംസാരിക്കുക, ഈ ടെലിഫോണിൽ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലെ ഈ ഹ്യൂസ്റ്റൺ പോർട്ടിൻ്റെ തീരത്ത് ആണ് മെക്സിക്കോ. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്ത ആ ഒരു സായിപ്പായിരുന്നു. അദ്ദേഹം സംസാരിച്ചത് മെക്സിക്കോയിലുള്ള ഒരു ലാംഗ്വേജിലായിരുന്നു. അതെ, സ്പാനിഷ് ആയിരുന്നു. അതെ സാർ, സ്പാനിഷ്. അത് ഈ മെഡിക്കൽ ട്രാൻസ്ലേഷൻ നടത്തിയ ആളിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അയാൾ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അമേരിക്കയിൽ അവരൊന്നും പറഞ്ഞില്ല. ഈ കോള് അറ്റൻഡ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അന്നാണ് മനസ്സിലാക്കിയത്. ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മുടെ കാള് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് കരുതുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ വെള്ളത്തിൽ വീണിരിക്കുക, ഇയാൾ അബോധാവസ്ഥയിലോ ശാരീരികമായ അവശതയിലോ ബോധമില്ലാത്ത അവസ്ഥയിലോ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഈ ഹോസ്പിറ്റലിൽ കാണാം എന്ന് ഒരു നേരിയ പ്രതീക്ഷ ഉണ്ട്. ഒരു കോള് എനിക്ക് വന്ന എൻ്റെ പേരിൽ. എത്ര മാസമായി കോള് വന്നിട്ട്? ഇതിപ്പോൾ കോള് വന്നിട്ട് 2-2.5 മാസമായി. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? നടപടി സ്വീകരിച്ച് ഞാൻ ഈ കോള് വന്നപ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരോടും ഈ മോൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒക്കെ ഉള്ളവരോടൊക്കെ ഈ നമ്പറിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഈ സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊക്കെ അവിടെ പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല. വളരെ അകലെ, ചിക്കാഗോ ഈ പറയുന്ന സ്ഥലം അത് വളരെ അകലമുണ്ട്, അവർക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാസർഗോഡുള്ള എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച ഒരാളിൻ്റെ രക്ഷകർത്താവ് ഇവിടെ പോയി, ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവർ പറയുന്നത് എയ്ഡ്സ് ഉൾപ്പെടെ മെൻ്റൽ രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് വന്നാൽ ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഐഡൻറ്റിറ്റി ഇല്ല, ഒരു ഇതുമില്ല. അയാൾ ആ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് തന്നെ അയാളങ്ങ് മടക്കി. അയാൾ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന ഒരാളാണ്. അങ്ങനെ ഒരു വിവരമില്ല. ഞാൻ ഇവിടെ ഗവൺമെൻറ് ലെവലിൽ DGPയുടെ ഓഫീസിൽ പോയി സൈബർ സെല്ലിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ആ കോളിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അതിൽ താല്പര്യം കാണിച്ചില്ല. അവർ പറയുന്നത് ഒരു കോള് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഫർദറായിട്ട് ഒരു എൻക്വയറിയോ അന്വേഷണമോ നടത്താൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കൈരളിയായിട്ട് ബന്ധപ്പെട്ട് പ്രവാസ ലോകം വഴി ധാരാളം ഈ ടെക്സാസ് എന്ന് പറയുന്നത് 25 വയസ്സ്. കല്ലില്ല കഴിച്ചിട്ടില്ല. എന്താ പഠിച്ചേ? അയാൾ മറൈൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തായിരുന്നു. ഏത് കമ്പനിയിലാ? കമ്പനി MSI ഷിപ്പിംഗ് കമ്പനി, സിംഗപ്പൂറാണ്. സിംഗപ്പൂർ കമ്പനി. ഡൽഹിയിലെ ഓഫീസുണ്ട്, ഓഫീസ് വഴിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഫോണിൽ നിങ്ങളുടെ മകനെ കുറിച്ചൊരു ഇതുമില്ല, വെറൊരു ഫോൺ കോൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇല്ല, സംസാരിച്ചത് കൂടി ഇല്ല. ഞാൻ ഹലോ എന്ന് വിളിക്കുന്നത് വരെ അത് ഉണ്ടായിരുന്നു. പിന്നെ ഹലോ എന്ന് വിളിച്ചതോടുകൂടി ഓഫായി. നൈറ്റിൽ വെളുപ്പിന് 2:30 മണിക്കായി ഫോൺ കോൾ വരുന്നത്. ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉണർന്ന് ചെന്ന് എടുത്ത് ഹലോ എന്ന് വിളിച്ചതും ഓഫായി. നമ്പറിലേക്ക് വിളിച്ചു നോക്കാനോ അപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നെ പലരും പല വഴി ശ്രമിച്ചാണ് ഇത് കണ്ടെത്തുന്നത്. സാർ, ഇവർ ഒരു വിചിത്രമായിട്ടുള്ള ഒരു തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരത്തിൻ്റെ മറൈൻ എഞ്ചിനീയറാണ്, ചെറുപ്പാണ്. എങ്ങനെയാണ് മിസ്സായതെന്നുള്ളതിന് കൃത്യമായ ഇതൊന്നുമില്ല, അഭ്യൂഹങ്ങളാണെല്ലാം. പഞ്ച് ചെയ്ത് ഷിപ്പിൽ കയറിയ കുട്ടിയെ വൈകുന്നേരം ഡ്യൂട്ടിക്ക്, പിറ്റേ ദിവസം രാവിലത്തെ ഡ്യൂട്ടിക്ക് കണ്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നീട് MRI ഹൂസ്റ്റണിലുള്ള ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് ഒരു ഫോണ് ഈ പിതാവിന് വന്നു എന്നുള്ളതാണ്. ഈ പിതാവിൻ്റെ നമ്പർ എന്തായാലും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഈ നമ്പർ അവിടെ നിന്ന് വന്നു, പിന്നെ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിനാണ് സാധ്യത കാണുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ കോളിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ കോളിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇവർ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അമേരിക്കയിലെ പ്രവാസികളായിട്ടുള്ള മലയാളികളോട് പറയാനുള്ളത്, ഈ പിതാവിൻ്റെ കണ്ണീരൊപ്പാനും ഈ കുടുംബത്തെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. ശരത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റും. പല ആളുകളും വളരെ ദൂരെ ആയത്, മെക്സിക്കോൻ്റെ അടുത്താണ് ഈ ഹൂസ്റ്റൺ എന്ന് പറയുന്ന പോർട്ടുള്ളത്, അതിൻ്റെ അടുത്താണ് ഈ ഹോസ്പിറ്റലുള്ളത്.
അവിടേക്ക് ഒരു സുഹൃത്ത് വളരെ സാഹസികമായി അന്വേഷിച്ച് ചെന്നപ്പോൾ റിസപ്ഷനിലിരുത്തി മടക്കി അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ ഈ രാത്രിയിൽ ആരാണ് വിളിച്ചതെന്നും ഒക്കെ അവിടെ പോയാലാണ് അറിയാൻ കഴിയുള്ളൂ. അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ള ഒട്ടേറെ സുഹൃത്തുക്കൾ അമേരിക്കയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മറ്റുള്ള പല രീതികളിലും അവിടെ പോയി ഒക്കെ അന്വേഷിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ കരുത്തരായ മലയാളി സമൂഹം അമേരിക്കയിലുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഒരു മകൻ നഷ്ടപ്പെടുന്ന ഒരു പിതാവിൻ്റെ ദുഃഖം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രവാസലോകം പ്രവർത്തകർ ഒട്ടേറെ സുഹൃത്തുക്കളും വലിയ വലിയ ആളുകളൊക്കെ അമേരിക്കയിലുണ്ട്. പ്രവാസലോകത്തിൽ എൻ്റെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് കഴിയും, ഉറപ്പായിട്ട് കഴിയും. നിങ്ങൾ ഈ നമ്പറൊക്കെ ഞങ്ങളിതിൽ ഇത് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ പേര്, എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളിതിൽ വയ്ക്കും. ഈ വന്ന കോളിൻ്റെ നമ്പർ അടക്കം ആരാണ് വിളിച്ചതെന്ന് അന്വേഷിക്കാനും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്, മലയാളികളായുള്ള ആളുകളുണ്ട്, ഒട്ടേറെ മാധ്യമ പ്രവർത്തകരുണ്ട്, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ പിതാവിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണം എന്നാണ് എനിക്ക് പ്രവാസലോകത്തിന് വേണ്ടി പറയാനുള്ളത്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു. ശബ്ദവും ആത്മാവും ഇല്ലാത്ത നിഴൽ രൂപങ്ങളായി പ്രവാസികൾ ഇനിയും ജീവിക്കരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് അഭ്യർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.